2 മിനിറ്റ് ജയിക്ക്. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? നേരത്തെ ജയിക്ക് പറഞ്ഞു വന്നത് കാര്യത്തിൽ എന്റെ ചോദ്യത്തിന് എപ്പോഴും ഉത്തരം കിട്ടിയില്ല. കാരശ്ശേരി മാഷ് ചോദിച്ചതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് തന്നെയല്ലേ? പറഞ്ഞു കൊടുക്കണേ. തീർച്ചയായിട്ടും ആ പദവിയിൽ നിന്ന് മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം. അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. ഞാൻ പറയുന്നു, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഞാൻ ആവർത്തിച്ച് രാഷ്ട്രീയമായ കാര്യങ്ങൾ ചോദിച്ചു. ആ രാഷ്ട്രീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ അങ്ങയുടെ PCR ടീമിന് അയച്ചു കൊടുത്തൊരു വാർത്താ ശകലമുണ്ട്. അത് സൗകര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് പ്രതിനിധിക്ക് ഒന്ന് അയച്ചു കൊടുക്കണം. കാരണം എന്താണ്, അദ്ദേഹം ശൈലജ ടീച്ചർ മുതൽ ഗോവിന്ദൻ മാഷ് മുതൽ പലരെയും അപമാനിക്കാൻ പരിഹാസരൂപേണ പല കാര്യങ്ങളും പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു അത്രേ. അതിൽ ഇടതുപക്ഷത്തിന് യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ അവസരത്തിൽ പറഞ്ഞത്. ഞങ്ങളുടെ ദിനപത്രമല്ലാത്ത ദ എക്കണോമിക് ടൈംസ് 2005 പ്രക്ഷേപണം ചെയ്ത വാർത്ത, ആ വാർത്താ ശകലം അങ്ങയുടെ PCR ടീമിന് അയച്ചു തന്നിട്ടുണ്ട്. എന്താണ് വാർത്തയുടെ തലവാചകം? എനിക്കറിയില്ല. ഗവൺമെന്റ് അഗ്രീസ് ടു ലെഫ്റ്റ് ഡിമാൻഡ് ഓൺ ജോബ് സ്കീം എന്നുള്ളതാണ്. 33% സ്ത്രീകൾക്ക് നിർബന്ധമായും തൊഴിൽ കൊടുക്കണമെന്നും അതിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം 8.5% താഴ്ത്തണമെന്നും കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ പണം സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസം തന്നെ കൈമാറണമെന്നും ഇതൊക്കെയുള്ള ഒരു പരിപാടി സീതാറാം യെച്ചൂരി എഴുതി തയ്യാറാക്കി ഒരു നാരങ്ങാവെള്ളം വാങ്ങിക്കാതെ 64 MPമാരെ RSSന് പുറത്തു നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് വേണ്ടി പിന്തുണ കൊടുത്തു. ആ എഴുതി തയ്യാറാക്കിയ സാധനത്തിന്റെ പേരാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരോട് അങ്ങ് ചോദിച്ചാൽ മതി, കോമൺ മിനിമം പ്രോഗ്രാം അഥവാ CMP. ആ കോമൺ മിനിമം പ്രോഗ്രാമിലെ ഇനങ്ങളായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ, വനാവകാശ നിയമം. ആ കോമൺ മിനിമം പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായിരുന്നു ഈ പറയുന്ന ജോബ് ഗ്യാരണ്ടി. ആ സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ചു. തീർച്ചയായിട്ടും. അതായത് ഇപ്പോ നമ്മുടെ നരേന്ദ്രമോദി ട്രംപിന് കീഴ്പ്പെടുന്നത് പോലെ അതിന്റെ ആദ്യ അനുഭവം ആ ഗവൺമെന്റിൽ നിന്നും ഉണ്ടായി. ഇന്ത്യയുടെ പരമാധികാരത്തെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഈ ലോക സാമ്രാജ്യത്തിന് മുമ്പിൽ ഇപ്പൊ മോഡി അടിയറവ് വെക്കുന്നതിന് സമാനമായി, അതിനോട് അനുരൂപമായി അടിയറ വെക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലുമല്ല. ആ 1, 2, 3 കരാറിന്റെ ജനവിരുദ്ധതകളിലേക്ക് ഇപ്പൊ ചർച്ച ചെയ്യണോ? ചർച്ച ചെയ്യണം. നിങ്ങൾ തയ്യാറാണ്. ഡിഫൻസ് മേഖലയിലടക്കം നമ്മുടെ പ്രതിരോധ രംഗത്തടക്കം. താങ്കളോടൊരു ചോദ്യമുണ്ട് ജിൻഡോയ്ക്ക്. ജിൻഡോ ചോദ്യമാവാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അരുൺകുമാറെ, ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചിട്ട് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാകുന്നത് ആ ഭരണം വന്നതിന് ശേഷമാണ്. ഒന്നാം UPA സർക്കാർ വന്നതിന് ശേഷമാണ് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? അതിന്റെ ആ സഖ്യം ഉണ്ടാക്കുന്ന സമയത്തല്ലേ നിങ്ങൾ നാരങ്ങ വെള്ളം മേടിക്കാതെ 60 MPമാരുടെ പിന്തുണ തന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പേ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറഞ്ഞ പദ്ധതിയുടെ പേരാണ് തൊഴിലുറപ്പ് പദ്ധതി. ജയിക്ക് ഒന്നുകൂടി അതൊന്ന് എടുത്ത് പഠിച്ചാൽ മതി. ഒരു കാര്യം കൂടി, അന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയാണോ പിന്നീട് തൊഴിലുറപ്പ് നിയമമായി വരുന്നത്? അതിൽ ഇടത് സർക്കാരിന്റെ ഇടതു പാർട്ടികളുടെ ഏകദേശം 13ഓളം പ്രധാനപ്പെട്ട ഭേദഗതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എണ്ണത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. അതിൽ ഏറ്റവും നിർണായകമായത് സ്ത്രീകളുടെ പങ്കാളിത്തം, സംസ്ഥാനത്തിന്റെ വിഹിതത്തിലുള്ള കുറവ്. നിങ്ങൾ അവസാന നിമിഷം വരെയും ബില്ല് പാസ്സാക്കുന്നതുവരെയും സർക്കാർ ഇടതിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. തലേ ദിവസത്തെ ചർച്ചയിലാണ് അത് സാധ്യമാവുന്നത്. ഇടതിന്റെ ശക്തമായ നിലപാട് തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട്, അത് നിഷേധിക്കരുത്. പക്ഷേ മാനിഫെസ്റ്റോയിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ നിയമമായി വന്നതിന് പിന്നിൽ ഇടതിന്റെ പിന്തുണയുണ്ട്. ജിൻഡോ അല്ല, അരുൺ പറഞ്ഞതിന് ഞാൻ ഖണ്ഡിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആ പദ്ധതി വിഭാവനം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. CPMന്റെ അന്നത്തെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഞങ്ങൾ വിഭാവനം ചെയ്ത പദ്ധതിയിൽ അവർ ഭേദഗതികൾ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശിച്ച ഭേദഗതികളിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഞങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പോളിസി. അതുകൊണ്ട് ഉൾക്കൊണ്ടു, അത് നന്നായി നടത്തി. അതിനെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അതിന്റെ പേരിൽ അത് CPMന്റെ ആണ് എന്ന് അവകാശപ്പെട്ടാൽ അത് സമ്മതിച്ചു തരാൻ പറ്റില്ല. ഇനി ഒരു കാര്യം, ആണവ കരാറിൽ ഒപ്പിട്ടതിന്റെ പേരിൽ ആണ് കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിച്ചതെന്ന് പറഞ്ഞല്ലോ. ഇവർ അതിനു മുമ്പ് ജയിക്ക് പറഞ്ഞത് 66 MPമാരെ നാരങ്ങ വെള്ളം മേടിക്കാതെ പിന്തുണച്ചത് RSSനെ പുറത്തു നിർത്താനെന്ന്. അപ്പൊ ഇവര് പിന്തുണ പിൻവലിച്ചപ്പോ RSSനെ അകത്ത് കയറ്റാൻ വേണ്ടിയാണോ പിന്തുണ പിൻവലിച്ചത്? ഇന്ന് നിങ്ങൾക്ക് പിന്തുണ പിൻവലിക്കാൻ പോലും പറ്റാത്തത്ര ഗതികേടിലേക്ക് നിങ്ങൾ പോയതേ അന്ന് നിങ്ങൾ ആ പണി ചെയ്തത് കൊണ്ടാ. ഞാനില്ല, ഹൃദയം പറ്റി ഞാനിപ്പോ ചാകും.
അന്ന് നിങ്ങൾ അതുപോലെ UPA സർക്കാരിനെതിരെ ഒറ്റ കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയുടെ ചെയർമാൻ സ്ഥാനത്തായിരിക്കുന്നത്. ആ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ വിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നവോത്ഥാനമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല എന്ന് തന്നെയല്ലേ? എന്നിട്ട് ഇവർ മാറ്റുന്നുണ്ടോ? മാറ്റാൻ പറ്റിയ സാഹചര്യമാണോ എന്നാണ് പരിശോധിക്കുന്നത്. നിങ്ങൾ മാറ്റണ്ട. ഇനി ഒരു കാര്യം കൂടി ഈ ആണവ കരാറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ പിണറായി വിജയൻ ഒപ്പിട്ട ലാവ്ലിൻ കരാറിനെ തുടർന്നല്ല ലോഡ് ഷെഡിംഗ് ഇല്ലാതെ പോകുന്നതും ആവശ്യത്തിന് ഊർജ്ജം കിട്ടുന്നതും കറണ്ട് കിട്ടുന്നതും ഒക്കെ അന്ന് നിങ്ങൾ എതിർത്ത ആണവ കരാറിൽ ഒപ്പിട്ടത് കൊണ്ടാണ് എന്നുള്ള ബോധ്യം കേരളത്തിലെയും ഈ രാജ്യത്തെ മനുഷ്യർക്കുണ്ട്. നിങ്ങൾ എതിർത്തോ? നിങ്ങൾ എല്ലാ കാലത്തും ഇതുപോലെ 10-15 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുള്ളൂ. ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ. ഓക്കെ, ശരി, മറുപടി ജയിക്കാം. മറുപടി. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമടക്കം ഇപ്പോൾ ഏതാണ്ട് 9 സംസ്ഥാനങ്ങളിൽ ഔദ്യോഗികമായി പവർ കട്ട് ഉണ്ട് എന്നുള്ളതാണ് ദേശീയ വാർത്തകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ആ വാർത്ത നുണയാണെന്നറിയില്ല. അപ്പോൾ കേരളത്തിന് മാത്രം 9 സംസ്ഥാനങ്ങൾ ഇരുട്ടിനിരത്തുകയും കേരളം ഉൾക്കൊള്ളുന്ന ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് കറണ്ട് എത്തിക്കാനുമുള്ള പദ്ധതിയായിരുന്നു 1, 2, 3 കരാർ അല്ലെങ്കിൽ ആണവ കരാർ എന്നുണ്ടെങ്കിൽ അംഗീകരിക്കാം, ഇരിക്കട്ടെ. ഇന്ത്യ ഇരുട്ടിലാകുമ്പോൾ കേരളം വെളിച്ചത്തിലായത് എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞ പേരുകാരൻ ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിലെ റബ്ബർ തോട്ടം പോകുമെന്ന് പറഞ്ഞ് റദ്ദാക്കി വെച്ച പദ്ധതി ഉണ്ടായിരുന്നു. ഇതൊക്കെ മര്യാദയാണ്. നമ്മുടെ ചർച്ച ഇത്രയും നേരം എങ്ങനെയാണ് മുന്നോട്ട് പോയത്? നമ്മളെല്ലാവരും വളരെ മാന്യമായിട്ടാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറഞ്ഞോളൂ ജയ്ക്ക്. എനിക്ക് ഓവർലാപ്പ് ചെയ്ത് ഇടപെടുന്ന എന്റെ സമീപനമല്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്തു. എനിക്ക് അങ്ങനെ ഇടപെടേണ്ടതില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കെ മുടക്കിയ പദ്ധതിയാണ് നമ്മുടെ നാട്ടിലെ ഇടമൺകുച്ചി പവർ ഹൈവേ. റബ്ബർ തോട്ടം പോകുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്ന ന്യായം. അന്ന് മുടക്കി വെച്ച പദ്ധതിയെ 2020 പത്തനംതിട്ട അടൂരിൽ വന്ന് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. ആ വൈദ്യുതി വകുപ്പിന്റെ ചരിത്ര നേട്ടത്തിന് നേതൃത്വം നൽകിയ ആളുടെ പേരാണ് സഖാവ് MM മണി. നിങ്ങൾ പലപ്പോഴും ആക്ഷേപിക്കാറുള്ളത്. ആ നേട്ടത്തിന്റെ കരുത്തിലാണ് ഇന്ത്യ ഇരുട്ടിലാകുമ്പോഴും ഇരുട്ടിലാവാതെ വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരു കേരളം യാഥാർത്ഥ്യമായത്. അല്ലാതെ അമേരിക്കൻ ദാസ്യത്തിന് മുമ്പിൽ വഴങ്ങിയ മൂന്നാംകട രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ടല്ല. അതങ്ങ് മനസ്സിലാക്കണം. പിന്നെ ഒറ്റ കാര്യത്തിന് മറുപടി പറയാൻ അങ്ങനെ അനുവദിക്കണം. കോൺഗ്രസ് പ്രതിനിധി ആവർത്തിച്ച് പറയുന്നു, വൻകിട പദ്ധതികളല്ലോ, ജീവിതാനുഭവങ്ങൾ എന്താ? ജീവിതാനുഭവങ്ങളുടെ ബലത്തിലാണ് കോൺഗ്രസ് നേതാവെ 2021 ബഹുമാനിയനായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ കേരളത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കോൺഗ്രസ് വേണ്ട, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം തന്നെ വീണ്ടും ഒരു 5 വർഷം കൂടെ ഭരിച്ചാൽ മതി എന്ന് കേരളം തീരുമാനിച്ചത് അങ്ങയുടെ ഈ പേരുകാർ കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ച ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. 600 രൂപ കാശ് പലപ്പോഴും മുടക്കം വരുത്തിയ കേരളത്തിൽ 62 ലക്ഷം അതിസാധാരണക്കാരുടെ വീട്ടുമുറ്റത്തേക്ക് പ്രതിമാസം മുടങ്ങാതെ 2000 രൂപ എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. 20 ലക്ഷം സ്ത്രീകൾക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ അധ്വാനത്തിന് മൂല്യം കണക്കാക്കി ഒരു ഗവൺമെന്റ് 1000 രൂപ പ്രതിമാസ ഓണററി നൽകുന്നു. 1000 ഒരു വലിയ തുകയല്ല, പക്ഷേ എന്താണ് ലോകത്തിന്റെ അനുഭവങ്ങളിൽ ഒരു രാഷ്ട്രീയ ദൗത്യം കേരളം പറയുകയാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണോ നിങ്ങൾ? അടുക്കളയിൽ നിർവഹിക്കുന്ന അധ്വാനത്തിന് മൂല്യമുണ്ട്. 5 ലക്ഷം കുടുംബങ്ങൾ, 20 ലക്ഷം മനുഷ്യർ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറുകയാണ്. അപ്പോഴെന്താണ്? കേരളത്തിൽ 1/3 1 കോടിയോളം വരുന്ന മനുഷ്യർ സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ നേരിട്ടുള്ള ഗുണഭോക്താക്കളാകുന്നു. 20 ലക്ഷം മനുഷ്യർ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറുന്നു. UDF ഗവൺമെന്റ് ഇടിച്ചു സർക്കാർ സ്കൂളുകൾ ഉയരുന്നു. ഓക്കെ ജയ്ക്ക്, അത് മാത്രമല്ലല്ലോ ജയ്ക്ക്. നോക്കൂ, ഇടത് സർക്കാർ തുടർന്നു കൊണ്ടുപോയ പദ്ധതികൾ പലതും തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിലെ. അതിനെ പലതരത്തിലും ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട്. അതൊരു ശിലായുഗമാണ് എന്നാണ് ഒരു ഇടതു നിരീക്ഷകൻ പറഞ്ഞത്, നവീന ശിലായുഗം. പക്ഷേ അന്ന് കല്ലിടാൻ വിഴിഞ്ഞത്ത് അന്ന് കല്ലിട്ടിരുന്നില്ലെങ്കിൽ, വിഴിഞ്ഞത്തെന്ന് അദാനിയെ കൊണ്ടുവന്നിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന വിഴിഞ്ഞമില്ല. മെട്രോ റെയിൽവേക്ക് അന്നത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട അവസാന നിമിഷത്തിലെ ചർച്ചകളൊന്നും ഉമ്മൻചാണ്ടി നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളോടുന്ന മെട്രോ ഇല്ല. കണ്ണൂരിൽ തിടുക്കപ്പെട്ടാണ് അവിടെ ഒരു എയർഫോഴ്സിന്റെ വിമാനം കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും ആ തീരുമാനം അവിടെ ഉണ്ടാക്കി. നമുക്ക് ശബരി റെയിൽപാത പോലും ഏറ്റവും ഒടുവിലാണ് കൊണ്ടുവരാൻ സാധിച്ചത്. അത് സർക്കാരിന്റെ മാത്രം കുറ്റമല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. കേന്ദ്ര സർക്കാർ പിൻവലിച്ചത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മുടെ വികസനത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെയും സ്പർശമുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ടൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് എന്താ തടസ്സം ജയിക്ക്? ഇല്ല, എനിക്ക് ആ കാര്യത്തിലൊക്കെ ശക്തമായ വിയോജിപ്പും എന്നാൽ നേരായ അഭിപ്രായമുണ്ട്.
അങ്ങ് ഏതു നാൾ വഴികളും പരിശോധിച്ചോളൂ. വിഴിഞ്ഞം പദ്ധതിയുടെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രിയുടെ പേര് VS അച്യുതാനന്ദൻ എന്നാണ്. ആ കമ്പനി കരാർ ഏറ്റെടുക്കാൻ മുമ്പോട്ടേക്ക് വന്ന മൾട്ടിനാഷണൽ കമ്പനികൾ ചൈനാചാരന്മാരാണ് എന്ന് മുദ്രകുത്തി VSന്റെയും ഇടതുപക്ഷത്തിന്റെയും കാര്യങ്ങളിൽ വിഴിഞ്ഞത്ത് ആ കമ്പനിയെ കാലുകുത്തിക്കാതിരുന്ന ഗവൺമെന്റിന്റെ പേര് കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA ആണ്. അത് ആ സമയത്ത് അവരും അതിനുശേഷം കടൽക്കൊള്ള എന്ന പേരിൽ നിങ്ങളും എതിർത്തിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതിയുടെ സമയത്ത് ഇന്നത്തെ ഇടതിന്റെ ഭാഗത്ത് നിൽക്കുന്ന തോമസ് മാഷിനോടൊപ്പം പോയി ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പുവെച്ചില്ലെങ്കിൽ ആ കരാർ നടപ്പാക്കൂ. അതുകൊണ്ടല്ലേ അദാനിയുടെ മകൻ കരൺ അദാനി ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞത് വിഴിഞ്ഞത്ത്. അതിന് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് ഇങ്ങനെ നിഷേധിക്കുമ്പോൾ ഈ വസ്തുതകൾ പുറത്തു വരുന്നില്ലേ ജയ്ക്ക്? ഞാൻ ജയ്ക്ക് പറഞ്ഞതിനെ തള്ളിക്കളയുകയല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആദ്യഘട്ടത്തിലെ കമ്പനി പിന്മാറുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ ഭാഗത്ത് അദാനിയെ കൊണ്ടുവരുന്നതിന് പിന്നിൽ തോമസ് മാഷുണ്ട്, ഒപ്പം നമ്മളുടെ ഉമ്മൻചാണ്ടിയുമുണ്ട്. That's a fact. തീർച്ചയായിട്ടും അങ്ങ് ഓർമ്മിപ്പിച്ചത് നന്നായി. ലാംഗോ കൊണ്ടപ്പള്ളി മുതൽ സൂം ഡെവലപ്പേഴ്സ് വരെയുള്ള കമ്പനികൾ എങ്ങനെ വിഴിഞ്ഞത്തുനിന്ന് പുറത്തായി? അങ്ങേക്ക് ആ കാര്യം ചർച്ച ചെയ്യാൻ ആർജവമുണ്ടോ? കോൺഗ്രസ് പ്രതിനിധിയെ കൂടെ വിളിച്ചിട്ട് ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ നോക്കൂ, അതിൽ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യമോ സംഭാവനയോ ഇല്ല എന്ന് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. അതേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഈ ഏതെങ്കിലും തരത്തിൽ ഇടത് സർക്കാർ ചെയ്തില്ലെന്നല്ല, ഇടത് സർക്കാർ അത് നന്നായി ഇംപ്ലിമെന്റ് ചെയ്തു. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഹൈവേ ആണെങ്കിലാവട്ടെ, അത് ഗെയിൽ പദ്ധതി ആണെങ്കിലാവട്ടെ, മലയോര പാതയാണെങ്കിലാവട്ടെ, അതൊക്കെ ഇടത് മുന്നണി കൃത്യമായി തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല പദ്ധതികളുടെയും തുടക്കം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് മറക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.